ലോകകപ്പ് ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. സന്ദീപ് പട്ടേലിന്റെ അധ്യക്ഷതയിൽ മുംബൈയിൽ ചേർന്ന സെലക്ഷൻ കമ്മിറ്റിയാണ് ടീമിനെ പ്രഖ്യാപിച്ചത്. മഹേന്ദ്ര സിംഗ് ധോണി നയിക്കുന്ന ടീമിൽ വിരാട് കോഹ്ലിയാണ് ഉപനായകൻ. യുവരാജ് സിംഗിനും സഞ്ജു വി സാംസണും ടീമിൽ ഇടം നേടാനായില്ല. അത്ഭുതങ്ങളൊന്നും അവശേഷിപ്പിക്കാതെ ലോകകപ്പിനുള്ള 15-അംഗ ഇന്ത്യൻ സംഘമായി. യുവരാജിന്റെ തിരിച്ചുവരവിന് കാത്തിരുന്ന ആരാധകരെ നിരാശരാക്കി യുവിയില്ലാത്ത ഇന്ത്യൻ ടീം ലോകകപ്പിന് പാഡ് കെട്ടും. പരുക്കിന്റെ പിടിയിലാണെങ്കിലും ഒരിക്കൽ കൂടി രവീന്ദ്ര ജഡേജയിൽ തന്നെ സെലക്ടർമാർ വിശ്വാസമർപ്പിച്ചു. മലയാളികളുടെ പ്രതീക്ഷയായിരുന്ന സഞ്ജു വി സാംസണും അവസാന 15-ലേക്ക് വാതിൽ തുറന്നില്ല. രഞ്ജിയിൽ സെഞ്ചുറി പ്രകടനങ്ങളുമായി തിളങ്ങിയ വീരേന്ദ്ര സേവാഗിനെയും പാതി മലയാളി റോബിൻ ഉത്തപ്പയെയും പരിഗണിക്കാത്ത ടീമിൽ 7 ബാറ്റ്സ്മാൻമാരും 6 ബൗളർമാരും 2 ഓൾറൗണ്ടർമാരുമാണ് അടങ്ങുന്നത്. മഹേന്ദ്ര സിംഗ് ധോണി നായകനാകുമ്പോൾ ശിഖർ ധവാനും അജിങ്ക്യ രഹാനെയുമാകും ഓപ്പണർമാരുടെ റോളിൽ. രോഹിത് ശർമ്മയും ആ സ്ഥാനത്ത് കഴിവ് തെളിയിച്ച് ടീമിലുണ്ട്. ഇവർക്ക് പിന്നാലെ വിരാട് കോഹ്ലിയും സുരേഷ് റെയ്നയും അമ്പാട്ടി റായുഡുവും ബാറ്റെന്തും. പിന്നാലെ ബാറ്റുകൊണ്ടും പന്തുകൊണ്ടും ഒരു കൈ നോക്കാൻ പ്രാപ്തരായ രവീന്ദ്ര ജഡേജയും സ്റ്റുവർട്ട് ബിന്നിയുമുണ്ട്. അക്ഷർ പട്ടേലും രവിചന്ദ്ര അശ്വിനും സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരാകുമ്പോൾ പേസ് ഡിപ്പാർട്ട്മെന്റിന് കരുത്തേകി 4 പേരെയാണ് ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഭുവനേശ്വർ കുമാറിനും മുഹമ്മദ് ഷമിക്കും പുറമെ ഉമേഷ് യാദവും ഇഷാന്ത് ശർമ്മയുമാകും അതിവേഗത്തിൽ പന്തെറിയാനുണ്ടാവുക. സ്പോർട്സ് ഡെസ്ക് റിപ്പോർട്ടർ.